ഹലോ നമസ്കാരം പ്രിയ സൗഹൃദങ്ങളെ, ഞാൻ ബഷീറാണ്. നമ്മളിന്ന് നോക്കുന്നത് നമ്മുടെ ജെമിനി ആപ്പിലുള്ള ഒരു ചെറിയ ഫീച്ചറിനെ പറ്റിയിട്ടാണ്. ജെമിനി ആപ്പിൽ ഇപ്പോൾ നമ്മൾക്ക് വല്ല മെസ്സേജുകളോ മറ്റുള്ള വേറെ ഭാഷകളിൽ, അതായത് ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ അറബിലോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതെങ്ങനെ റീഡ് ചെയ്യാം, നമുക്ക് അതിൻ്റെ അർത്ഥം എങ്ങനെ മനസ്സിലാക്കാം. അത് ആ മൊബൈലിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഏത് മെസ്സേജോ വന്നിട്ട് ആ മെസ്സേജ് സ്ക്രീനിൻ്റെ മുകളിലേക്ക് കൊടുത്തിട്ട് അതിൽ വെച്ചിട്ട് തന്നെ നമുക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനുള്ള ഒരു വഴിയാണ് ഞാനിന്ന് പറയുന്നത്. ജെമിനി ആപ്പ് ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്ന കാര്യം. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ജെമിനി ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ജെമിനി ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇത് കണ്ട ഇതിലൊന്ന് ടച്ച് ചെയ്യുക. അതിലൊന്ന് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് വരിക. അതിൽ പിന്നെ ആരോ മാർക്ക് കൊടുത്തില്ല, അതിലൊന്ന് ടച്ച് ചെയ്യുക. അതിലൊന്ന് ടച്ച് ചെയ്യുമ്പോൾ നമ്മളുടെ സ്റ്റാർട്ട് നൗ എന്ന് പറഞ്ഞു കൊടുക്കും. അത് സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്താൽ താഴത്ത് നമ്മൾക്കൊരു ഇത് വന്നു, ഒരു എംബ്ലം വന്നു. ഇനി നമുക്ക് എന്താണോ അറിയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു മെസ്സേജ് എടുക്കുകയാണ്. മെസ്സേജ് എടുത്തിട്ട് അതിനെപ്പറ്റി അറിയാനാണ് ചോദിക്കണത്. കണ്ടോ, അപ്പോൾ ഞാനൊരു മെസ്സേജ് എടുത്തു. ജെമിനി ഈ ആപ്പിൽ ഈ മെസ്സേജിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് മലയാളത്തിൽ പറഞ്ഞു തരിക. ഈ മെസ്സേജ് അറബിയിലാണ്. ഇത് കിങ് സൽമാൻ ഹ്യൂമാനിറ്റേറിയൻ ആൻഡ് റിലീഫ് സെന്ററിൽ നിന്നുള്ളതാണ്. അവരുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനും സംഭാവനകൾ നൽകാനുമാണ് ഇതിൽ പറയുന്നത്. നിങ്ങൾക്ക് ഈ മെസ്സേജിന്റെ പൂർണ്ണ രൂപം മലയാളത്തിൽ അറിയണോ? വേണം. തീർച്ചയായും. ഈ മെസ്സേജ് പറയുന്നത് കേസ് റിലീഫ് എന്നുള്ളത് സംഭാവനകൾ നൽകാനുള്ള നിങ്ങളുടെ ഏറ്റവും മികച്ച വഴിയാണ്. അവരുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് പങ്കാളികളാകാം. മെസ്സേജിന്റെ പൂർണ്ണ രൂപം ഞാൻ മലയാളത്തിൽ പറഞ്ഞു തരട്ടെ. പറയൂ. ആ മെസ്സേജ് പറയുന്നത് മലയാളത്തിൽ ഇങ്ങനെയാണ്: സമാശ്ചര്യപൂർവ്വം സംഭാവന നൽകാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇത്. കൂടുതൽ വിവരങ്ങൾക്കും ആൻഡ്രോയിഡ് iOS ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാനും ഈ ലിങ്ക് സന്ദർശിക്കുക. https://ksrelief.org/mobile-app. നല്ല കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ നിങ്ങളും പങ്കാളികളാവുക. ഇതാണ് ആ മെസ്സേജിന്റെ അർത്ഥം. മറ്റെന്തെങ്കിലും സഹായം വേണോ? ഇത് നമ്മൾ കളയേണ്ടത് ഇതേമാതിരി അതിൻ്റെ അമർത്തി അത് പോവുകയും ചെയ്യും. ഇതിപ്പോൾ നമ്മൾ പിന്നെ ജെമിനി ആപ്പിൽ പോയിട്ട് ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഷോർട്ട് കട്ട് എടുത്തിട്ട്, അതായത് ഇപ്പോൾ ജെമിനി ആപ്പ് ഷോർട്ട് കട്ടായിട്ട് വെച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അവർക്കാണ് വെച്ചാൽ ആ ഷോർട്ട് കട്ട് എടുത്താലും ഇതേപോലെ ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് നമ്മളിപ്പോൾ ഷോർട്ട് കട്ട് കിടക്കുന്നത് ഹോം ബട്ടണിലാണ്. ആ ഹോം ബട്ടൺ അമർത്തിയിട്ട് അതിൽ വരും ലൈവ് ഉപയോഗിച്ച് സ്ക്രീൻ പങ്കിടുക എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് നൗ കൊടുത്തിട്ട് വീണ്ടും നമ്മൾ അതന്നെ കൊടുത്തിട്ടുണ്ട് വെച്ചെങ്കിൽ അതിലും ഇതന്നെ വരിക. ഈ മെസ്സേജ് എന്താണെന്ന് മലയാളത്തിൽ പറഞ്ഞു തരൂ. തീർച്ചയായും. ഇത് കേസ് റിലീഫിൽ നിന്നുള്ളൊരു സന്ദേശമാണ്. ഇതിൽ പറയുന്നത് അവരുടെ പ്ലാറ്റ്ഫോം വഴി എളുപ്പത്തിൽ സംഭാവനകൾ. അപ്പോൾ ഇതുമാതിരിയാണ് അത് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ വേറെ ഇതൊന്നുമില്ല. നമ്മൾ ആ ജെമിനി ആപ്പ് ഉപയോഗിച്ചിട്ട് അത് ഷോർട്ട് കട്ട് ഇല്ലാത്തവർക്ക് ജെമിനി ആപ്പിൽ പോയിട്ട് ഡയറക്റ്റ് ചെയ്യാം. അതല്ല ഷോർട്ട് കട്ടുള്ളവർക്ക് ഷോർട്ട് കട്ട് ഉപയോഗിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീടാണ്. എല്ലാവരും ഇപ്പോൾ എല്ലാ ഭാഷ അറിഞ്ഞിട്ടുള്ള ആൾക്കാരല്ലല്ലോ. അപ്പോൾ ഏത് ഭാഷയിൽ വന്നാലും നമുക്കത് വിവർത്തനം ചെയ്ത് തരും. നമുക്ക് ആ സ്ക്രീനിൻ്റെ മുകളിൽ വെച്ചിട്ട് തന്നെ, നമ്മുടെ മൊബൈലിൻ്റെ സ്ക്രീനിൽ വെച്ചിട്ട് തന്നെ അത് വിവർത്തനം ചെയ്ത് തരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക, നമ്മളൊന്ന് ഫോളോ ചെയ്യുക, നമ്മളുടെ ഇതൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.